4000 രൂപ മതി നിങ്ങൾക്ക് 3 ദിവസം കൊണ്ട് എല്ലോറ, അജന്ത, ബീബി കാ മക്ബാറ, ദേവഗിരി ഫോർട്ട്, പഞ്ചാക്കി, ഔറംഗാബാദ് കേവ്സ് ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന സാംഭാജി നഗർ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരാം. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഹൈദരാബാദിൽ നിന്നാണ്. സാംഭാജി നഗർ പോകാനായിട്ട് വോൾവോ 967 ആണ് ബുക്ക് ചെയ്തത്. 1600 രൂപയായി ബസ്സിന്. രാവിലെ 8:30ക്കാണ് സാംഭാജി നിർത്തിയത്. അവിടെ നിന്ന് ഒരു 30 രൂപയുടെ ഷെയർ ഓട്ടോ എടുത്ത് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ നിന്ന് 17 നമ്പർ സിറ്റി ബസ് എടുത്ത് ഔറംഗാബാദ് കേവ്സിലേക്ക് വിട്ടു. ഇവിടെ വന്നാൽ നിങ്ങൾ 100 രൂപയുടെ ബസ് പാസ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ അന്നത്തെ ദിവസം രാത്രി 12 മണി വരെ പാസ് ഉപയോഗിച്ച് എല്ലാ വൈറ്റ് കളർ സിറ്റി ബസ്സിലും യാത്ര ചെയ്യാൻ പറ്റും. 20 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. എല്ലോറയും അജന്തയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഔറംഗാബാദ് കേവ്സ് ഒരു ചെറിയ കേവാണ്, പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് പഞ്ചാക്കിയിലേക്കാണ്. വെള്ളം ഉപയോഗിച്ച് ഫ്ലോർ മില്ല് പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ. സമ്മർ സീസണിൽ ചെന്നതുകൊണ്ട് വെള്ളമില്ലായിരുന്നു, നിരാശയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നിന്ന് 500 രൂപ കൊടുത്ത് ഒരു റൂം എടുത്തു. കുറച്ചു നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം 42 നമ്പർ സിറ്റി ബസ് എടുത്ത് നേരെ ദേവഗിരി ഫോർട്ടിലേക്ക് പോയി. 20 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. സരസ്വതി സ്റ്റെപ്പുല്, ചാന്ദ് മിനാർ, ഹാത്തി ഹൗഡ്, ഭാരത് മാത ടെമ്പിൾ, കാനൺ ഗാലറി ഇതൊക്കെ അവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. 2 മണിക്കൂർ വേണം ഫോർട്ട് കയറി ഇറങ്ങി തിരിച്ചു വരാൻ. അവിടെ നിന്ന് ഇറങ്ങി 42 നമ്പർ ബസ് എടുത്ത് നേരെ സാംഭാജി നഗർ ബസ് സ്റ്റാൻഡിലേക്ക് പോയി. എന്നിട്ട് ഒരു 30 രൂപയുടെ ഷെയർ ഓട്ടോ എടുത്ത് ബീബി കാ മക്ബാറയിലേക്ക് വിട്ടു. താജ് ഓഫ് ദി ഡക്കാൻ എന്നറിയപ്പെടുന്ന ഒരു മാസ്മരിക നിർമ്മിതിയാണിത്. രാത്രിയൊക്കെ ഇവിടെ കാണാനായിട്ട് ഒരു വേറെ തന്നെ ഭംഗിയാണ്. 20 രൂപയാണ് എൻട്രി ടിക്കറ്റ് വരുന്നത്. 7:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഗേറ്റിന് തൊട്ട് മുമ്പിലുള്ള റോഡിൽ നിന്ന് 36 നമ്പർ ബസ് എടുത്ത് റൂമിലേക്ക് പോയി. എന്നിട്ട് 1ാമത്തെ ദിവസം അവസാനിപ്പിച്ചു. 2ാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് പോയത് അജന്ത കേവ്സിലേക്കാണ്. സാംഭാജി നഗർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓരോ 15 മിനിറ്റിലും അജന്ത കേവ്സിലേക്കുള്ള ബസ് സർവീസ് ഉണ്ട്. 304 രൂപയാണ് ബസ് ചാർജ് ആയത്. 8:30 ആയപ്പോൾ അജന്ത കേവ്സ് എത്തി. അമ്യൂണിറ്റീസ് ടിക്കറ്റ്, ഷട്ടർ ബസ് സർവീസ്, അതേപോലെ എൻട്രി ടിക്കറ്റും കൂടെ 85 രൂപയാണ് ആയത്. 4 മണിക്കൂർ വേണം മുഴുവനായിട്ട് അജന്ത കേവ്സ് കണ്ടു കഴിയാൻ. 1:30 ആയപ്പോൾ കേവ്സും കണ്ടു കഴിഞ്ഞ് കേവ് കോംപ്ലക്സിനകത്ത് തന്നെയുള്ള റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡും കഴിച്ചു. കേവ്സിന് മുമ്പിലുള്ള മെയിൻ റോഡിൽ നിന്നാണ് തിരിച്ചു പോകാനുള്ള ബസ് കയറേണ്ടത്. ഓരോ 15 മിനിറ്റിലും തിരിച്ചുള്ള ബസ് ലഭ്യമാണ്. ഡയറക്റ്റ് ബസ് അല്ല എനിക്ക് കിട്ടിയത്, സിലോഡ് വഴി പോകുന്ന ബസ്സാണ്. സിലോഡ് ചെന്നിട്ട് മാറി കയറി വേണം പോകാൻ. 206 രൂപയാണ് ബസ് ടിക്കറ്റ് ആയത്. ഏകദേശം ഒരു 5:30 ആയപ്പോൾ സാംഭാജി നഗർ എത്തി. എന്നിട്ട് റൂമിൽ ചെന്ന് 500 രൂപ 2ാമത്തെ ദിവസത്തെ റെന്റും കൊടുത്ത് അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. 3ാമത്തെ ദിവസം രാവിലെ പോയത് എല്ലോറ കേവ്സിലേക്കാണ്. 6 മണിക്കുള്ള ആദ്യത്തെ ബസ്സിനാണ് പോയത്. 100 രൂപയുടെ ബസ് പാസ് എടുത്തു. ബസ് നമ്പർ 42 എല്ലോറ കേവ്സിലേക്ക് പോകേണ്ടത്. 40 മിനിറ്റ് യാത്രയാണ് അവിടേക്കുള്ളത്. 35 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. 5 മണിക്കൂർ വേണം 34 കേവ്സും കണ്ടു കഴിയാൻ. 6 മണിക്കാണ് എല്ലോറ ഓപ്പൺ ആവുന്നത്. എത്രയും നേരത്തെ നിങ്ങൾ എത്തുന്നോ അത്രയും നന്നായിട്ട് എല്ലോറ കേവ്സ് കാണാൻ പറ്റും. ലേറ്റ് ആവുന്നതോറും തിരക്ക് കൂടി വരും. 29 മുതൽ 34 വരെയുള്ള കേവ്സ് കാണാനായിട്ട് 40 രൂപയുടെ ഷട്ടിൽ സർവീസ് എടുത്ത് വേണം പോകാൻ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഗിരീഷ്ണേശ്വർ ജ്യോതിർലിംഗ ടെമ്പിളിലേക്കാണ്. 1 കിലോമീറ്റർ ദൂരം മാത്രമേ എല്ലോറ കേവ്സിൽ നിന്ന് അങ്ങോട്ടേക്കുള്ളൂ. ടെമ്പിൾ കണ്ടു കഴിഞ്ഞ് 42 നമ്പർ ബസ് എടുത്ത് സാംഭാജി നഗറിലേക്കും അവിടെ നിന്ന് 41 നമ്പർ ബസ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കും പോയി. 413 രൂപയാണ് സാംഭാജി നഗർ ടു ഹൈദരാബാദ് ട്രെയിൻ ടിക്കറ്റ് ആയത്. അങ്ങനെ ആകെ മൊത്തം 3963 രൂപയാണ് എക്സ്പെൻസ് ആയത്.